ഇന്നലെ സ്കൂളിൽ പോയ കുട്ടി സമയമായിട്ടും തിരികെ എത്തിയില്ല. ഇതോടുകൂടിയാണ് വീട്ടുകാരൊക്കെ പരിഭ്രാന്തരായത്. ചെറിയ തരത്തിലുള്ള അന്വേഷണം നടത്തി, പക്ഷേ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല. പിന്നീടാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടി മറ്റൊരാൾക്കൊപ്പം എറണാകുളത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എറണാകുളത്ത് ഈ യുവതിക്കൊപ്പം കുട്ടി വണ്ടി ഇറങ്ങിയതും പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇവരെ ആലത്തൂരിലേക്ക് എത്തിച്ചു. വിശദമായ ചോദ്യം ചെയ്തപ്പോൾ യുവതി മൊഴിയായി നൽകിയത് കുട്ടിയെ താൻ നിർബന്ധിച്ചോ പേടിപ്പിച്ചോ കൊണ്ടുപോയതല്ല, കുട്ടി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് തനിക്കൊപ്പം വന്നത്, തന്റെ മകന്റെ സുഹൃത്താണ്, ആ നിലയിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു, കുട്ടിക്ക് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ തന്നോട് പറയാറുണ്ടായിരുന്നു, ഇതിന്റെ കൂടിയൊരു അടുപ്പം തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് എറണാകുളത്തേക്ക് പോയതെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും യുവതിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. കാരണം രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ, അറിവില്ലാതെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി എന്നതിന്റെ പേരിലാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. 4 വയസ്സുള്ളൊരു പയ്യന്റെ കൂടെ ഒരു തള്ള ഒളിച്ചോടിയിരുന്നു. ദൈവമേ, ഇത് ലോകം ഇപ്പൊ എങ്ങോട്ടായി പോണത്? ഈ തള്ളയുടെ കൂടെ ഒളിച്ചോടിപ്പോയത് ആ പാവം ചെക്കനെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു കാമപ്രാന്നുണ്ടെങ്കിൽ ഇല്ല, മറ്റേ താനെടുത്ത് പോയി. എന്റെ പൊന്നു, ഈ എന്നെ ഞാൻ പറയാൻ പറ്റുന്നേ, ഒരു പ്രായം കഴിഞ്ഞ് ഒരു സെക്ഷൽ അട്രാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ആൾക്കാരൊക്കെ എന്തൊക്കെ ചിന്തിക്കുമെന്ന് അറിയാം. ഈ സെക്സ് പറഞ്ഞാൽ ഒരുമാതിരി തലയ്ക്കുള്ളിലൊരു എന്താ പറയുക, ഒരു മത്ത് പിടിക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ചില ഈ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഞരമ്പ് രോഗമായിട്ട് എവിടെയെങ്കിലും ഒരു ബസ് കയറി പിടിക്കുമ്പോൾ, ഇതിപ്പോൾ പെൺപിള്ളേരാണെങ്കിൽ കൊച്ചു പിള്ളേരെയും കൊണ്ട് ഈ പയ്യന്മാർ ഈ പയ്യന്മാരെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്ലേറ്റ് മാറ്റും. എന്നെ കയറി പിടിക്കാൻ വന്നു എന്ന് പറഞ്ഞു പെണ്ണുങ്ങളെ പ്ലേറ്റ് മാറ്റും. അപ്പോൾ ആ രീതിക്കാണ് ഇപ്പോൾ പറയുന്നത്.